ഓക്കെ, പൂഞ്ഞാർ മണ്ഡലമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. പൂഞ്ഞാർ മണ്ഡലത്തിൽ 10 ലോക്കൽ ബോഡിയാണുള്ളത്. അത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും പിന്നെ 9 പഞ്ചായത്തോടാണുള്ളത്. പൂഞ്ഞാറിലെ വോട്ട് നിലവാരം നോക്കി കഴിഞ്ഞാൽ UDF 47,000 വോട്ട് നേടുമ്പോൾ LDF 42,000 വോട്ട്, സ്വതന്ത്രം 32,000, NDA 21,000 വോട്ട്. NDAക്ക് ആക്ച്വലി കുറച്ച് വോട്ടുണ്ട്, 20,000 വോട്ട് അവിടെ പേഴ്സണലി ഉണ്ട്. ഇപ്പൊ UDF 71 മെമ്പർമാരുള്ളപ്പോൾ LDF 56 പേര്, അതേഴ്സ് 35, NDA 22 മെമ്പർമാരുമാണ് മണ്ഡലത്തിലുള്ളത്. ആർക്കും ആക്ച്വലി 1/3 ഭൂരിപക്ഷം ഒറ്റയ്ക്കില്ല. 32.33% കഷ്ടിയായിട്ട് UDF ഉണ്ട്. ഇപ്പൊ നമ്മള് സ്ഥാനാർത്ഥികളെ നോക്കുകയാണ്. സ്ഥാനാർത്ഥികളാണ് കാര്യം. കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ, പിന്നെ കേരള കോൺഗ്രസ് മാണി. LDFന്റേത് സിറ്റിംഗ് MLA ആണ്, സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ്. BJPയുടെ PC ജോർജ് ആണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ PC ജോർജ് ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു, 41,000 വോട്ട് നേടിയിരുന്നു. വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വോട്ടാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി ആയിട്ടിട്ട് മത്സരിച്ചാണ്. ഇത്തവണ അദ്ദേഹം BJP ടിക്കറ്റിലാണ് മത്സരിക്കുന്നത്. BDJ അന്ന് കുറവായിരുന്നു, BJP കുറച്ച് വോട്ട് കുറച്ചാലും അന്ന് 2ാം സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന്, 42,000 വോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ഒരു PC ജോർജിന് ഒരു 40,000 വോട്ടൊക്കെ പിടിക്കാൻ പറ്റുന്നൊരു വ്യക്തിയായ സ്ഥിതിക്ക് ഇപ്പൊ NDAക്ക് ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 20,000 വോട്ട് മെമ്പർമാരുടെ ഉണ്ട്. അത് 20,000 അല്ല, 23, 24,000 കാണണം. കാരണം പലയിടത്തും മെമ്പർ സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടാണ് വോട്ട് പറയുന്നത്. ഒരു 30,000 വോട്ട് വ്യക്തിബന്ധങ്ങളിൽ PC ജോർജ് നേടുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതും NDAയുടെ പാർട്ടി വോട്ടോട് കൂട്ടുവാണെങ്കിൽ PC ജോർജ് ഇവിടെ ഒരു അട്ടിമറി വിജയം നേടുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. കാരണം സിറ്റിംഗ് MLA LDFന് വോട്ട് പോകുന്നു. അപ്പൊ സിറ്റിംഗ് MLAക്ക് സാധ്യത 3 തവണ, കഴിഞ്ഞ തവണയെല്ലാം UDF 3ാം സ്ഥാനമായിരുന്നു. PC ജോർജ് സ്വതന്ത്രമായിട്ടോ സ്വന്തം പാർട്ടിയിട്ട് മത്സരിച്ചപ്പോഴും. LDFന് ഇത്തവണ ആക്ച്വലി വോട്ട് കുറവാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു സ്ഥാനാർത്ഥിയുടെ ഇൻഫ്ലുവൻസും BJPയുടെ പാർട്ടി വോട്ടോടെ കൂട്ടിയാൽ PC ജോർജ് പൂഞ്ഞാറ് പിടിക്കുക, BJP പൂഞ്ഞാറ് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്.